രവിചേട്ടാ, ചേട്ടനെ കുറിച്ച് പത്രത്തിലൊക്കെ കണ്ടായിരുന്നു. ആ പത്രത്തിലൊക്കെ കണ്ട് നമ്മൾ പാവങ്ങൾക്ക് വേണ്ടി ഈ സമൂഹത്തിൽ നമ്മൾ ചേട്ടാനിയന്മാർ സഹോദരി സഹോദരന്മാർ പോലും അരയടി പോലും സ്ഥലം പോലും ഒരു വഴിക്ക് പോലും വിട്ടുകൊടുക്കില്ലാത്ത ഈ സമൂഹത്തിൽ ഇപ്പം പാവങ്ങൾക്ക് വേണ്ടി 1/2 കോടി രൂപ മേലുള്ള 60 ലക്ഷം രൂപ മേലുള്ള സ്ഥലം, പുള്ളിയുടെ സ്വന്തം സ്ഥലം വിട്ടുകൊടുത്ത ആളെ ഒന്ന് കാണിക്കാനായിട്ട് നിങ്ങളുടെ അടുത്ത് വന്നതാണ്. ഇതൊക്കെ ഒന്ന് പൊതുജനങ്ങളെ കാണിച്ചില്ലെങ്കിൽ വളരെ മോശമാണ്. ഇത് കണ്ടിട്ട് കാശുള്ള ആൾക്കാർ, പുള്ളി അത് വളരെ വലിയ കാശുകാരൊന്നും ആയിട്ടില്ല, പുള്ളി ഒരു കൗൺസിലറാണ്, നഗരസഭാ കൗൺസിലറാണ്. പുള്ളിയുടെ സന്മനസ്സുകൊണ്ട് പുള്ളി ഒരെണ്ണം ചെയ്തു, ഇങ്ങനൊരു പ്രവൃത്തി ചെയ്തു. ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും ഒക്കെ തോന്നുവാണെങ്കിൽ അത് അവരുടെ കാശുള്ളവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ തോന്നാൻ അവർക്കൊരു പ്രചോദനമാവുകയും ചെയ്യും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യാനും കൂടിയാണ് ഞാനിത് വന്നേക്കുന്നത്. അപ്പോൾ പുള്ളിയോട് നമുക്ക് കാര്യങ്ങൾ ഒന്ന് ചോദിക്കാം. രവിചേട്ടാ, അപ്പം ചേട്ടൻ ഇതുപോലത്തെ ഒരു പുണ്യപ്രവൃത്തി ചെയ്ത ചേട്ടൻ ആദ്യം ബിഗ് സല്യൂട്ട്. പിന്നെ ഇത് നമ്മൾ ഇവിടെ സ്ഥലം വിട്ടുകൊടുക്കാനായിട്ട് ചേട്ടൻ ഇങ്ങനെ ഒരു തോന്നാൻ, ഇങ്ങനെ ഒരു മനസ്സ് വരാൻ കാരണം എന്നാ? നമ്മൾ ചെറുപ്പകാലം മുതൽ നമ്മൾ കഷ്ടപ്പെടുന്നവരുടെ ദുരിതം അനുഭവിക്കുന്നവരുടെ കഷ്ടങ്ങൾ നമ്മൾ കണ്ട് വളർന്നിട്ടുള്ളതാണ്. നമ്മൾ ചെറുപ്പകാലം തൊട്ട് നമ്മൾ കൂലിപ്പണിക്കും സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കൃഷിപ്പണിയെല്ലാം ചെയ്ത് പോകുന്നതാണ്. പക്ഷേ നമുക്ക് സ്വന്തമായിട്ടുള്ള ഒരു വരുമാനം ഉണ്ടായ കാലം തുടങ്ങിയിട്ട് നമ്മുടെ മനസ്സിലൊരു ആഗ്രഹമാണ് വിവാഹം കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളെ, സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികളെ വിവാഹം കഴിച്ച് അയക്കുക. അതോടൊപ്പം തന്നെ താമസിക്കാൻ സൗകര്യമില്ലാത്ത ആളുകൾക്ക് താമസ സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ചെറുപ്പകാലം മുതലുള്ള ഒരു മനസ്സിലുള്ള ഒരു ആഗ്രഹമാണ്. അതിന്റെ ഒരു സാക്ഷാത്കാരമാണ് നമ്മളിന്നിപ്പോ ഈ ഭൂമി സാധുക്കൾക്കായിട്ട് ഭവന സമുച്ചയം പണിത് അർഹരായവ കണ്ടെത്തി അവർക്ക് നൽകുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് ഇത്തരം ഭൂമി നമ്മൾ സേവാഭാരതിക്ക് കൈമാറിയിട്ടുള്ളത്. നമ്മൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ്, 2-3 മാസങ്ങൾക്ക് മുമ്പ് നിർധനരായിട്ടുള്ള സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന 3 പെൺകുട്ടികളെ നമ്മൾ സ്വർണവും വസ്ത്രവും എല്ലാം നൽകി നമ്മൾ വിവാഹം കഴിച്ച് അയക്കേണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ഭൂമിദാനം നമുക്ക് കൈവന്നിട്ടുള്ളത്. ഇതിനകത്ത് എത്രയും വേഗം അർഹരായവരെ കണ്ടെത്തി ഇതിനകത്തൊരു ഭവന സമുച്ചയം തീർപ്പാക്കി നമുക്കത് കൊടുക്കാൻ സാധിക്കണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അപ്പൊ നമുക്ക് ചെറുപ്പത്തിൽ ചേട്ടൻ അനുഭവിച്ച കഷ്ടപ്പാടിന്റെ കൂടെ ചേട്ടൻ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു, എന്തെങ്കിലും നമുക്കൊരു ആവതുണ്ടായെങ്കിൽ പാവങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. തീർച്ചയായിട്ടും. അപ്പൊ അതിനിപ്പം ചേട്ടന് ഒരു മനസ്സിലൊരു സമാധാനം തോന്നുന്നുണ്ട്, നമുക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റണ്ട. തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്. അപ്പൊ ചേട്ടൻ ഇത്രയൊക്കെ ചെയ്ത് അപ്പൊ പുള്ളിക്ക് നല്ല തിരക്കാണ്. ചേട്ടന് ഭയങ്കര തിരക്കും കാര്യങ്ങളുണ്ട്. ഇപ്പൊ മീറ്റിംഗ് ഉണ്ടെന്ന് ഞാൻ പിടിച്ചു നിർത്തിയാണ്. ഞാനൊരു ബിഗ് സല്യൂട്ട് കൊടുത്ത് ഞാൻ ഇദ്ദേഹത്തിനെ പറഞ്ഞു വിടുവാണ്. അപ്പം ഓക്കെ ചേട്ടാ, ഓക്കെ. ഇതാണ് നമ്മൾ പറഞ്ഞ രവിചേട്ടൻ കൊടുത്തേക്കുന്ന സ്ഥലം. ഇവിടെ ഈ കാണിച്ചേക്കുന്ന സ്ഥലമാണ് കൊടുത്തേക്കുന്നത്. ഹൈവേന്ന് ഏകദേശം ഒരു 50 മീറ്റർ ദൂരത്തിലാണ് സ്ഥലം ഇരിക്കുന്നത്. ഇദ്ദേഹം 60 ലക്ഷം രൂപ വിലയുള്ള ഇത് കൊടുത്തത്. നമ്മളിപ്പം സാധാരണക്കാരൻ, നമ്മൾ ഈ ചേട്ടനും അനിയനും ഒക്കെ എപ്പോഴും ഈ അലമ്പും ബഹളമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇവിടെ ഇത്രയും ഇത് കൊടുത്തത്, അതെന്നാലും പുള്ളിക്ക് ഒരു സല്യൂട്ട് കൊടുക്കണം. അപ്പൊ ഇത് നിങ്ങളൊന്ന് ഇരുന്ന് എല്ലാവരിലേക്കും എത്തിച്ച് കാശുള്ളവര്, സാമ്പത്തികമായിട്ടുള്ളവര്, പാവപ്പെട്ടവരെ എന്തെങ്കിലും സഹായിക്കാൻ ഇതൊക്കെ ഒരു പ്രചോദനമാവും. അപ്പൊ നിങ്ങൾ ഇതൊന്ന് നാട്ടുകാരിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ അതെല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക.